നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കുക. ആറാട്ടണ്ണൻ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേരിനോടൊപ്പം എല്ലാ ആൾക്കാരും അറിയുന്നൊരു ആളായി മാറി ആറാട്ടണ്ണൻ വേഴ്സസ് അമേസിംഗ് ആണ് പുത്തൻ അണ്ണനോട്. ഒരുപാട് പേര് ഇതിനിടയിലൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും വൈറലാകാൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പം രസമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും ഇവരെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നല്ല രസമുണ്ട്. ഇപ്പം പുത്തനായിട്ടൊരു അമേസിംഗ് ആണ് അദ്ദേഹം. പക്ഷേ ശരിക്കും ജെന്യുവനായിട്ട് അങ്ങ് പറഞ്ഞ പോലെ തോന്നി. എന്തായാലും നമുക്ക് പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അമേസിംഗ് അണ്ണൻ്റെയും ആറാട്ടണ്ണൻ്റെയും വൈറലായ രണ്ടുപേരുടെയും വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ഹേറ്റ് ക്യാമ്പയിൻ ആണ്. ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. രാജമാണിക്ക് ഒന്നുമല്ല, ആ സ്റ്റൈലാണ്. ഇത് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരാണ്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാവരും ചേർന്ന മാസ് എന്റർടൈനർ. ഫാൻസിന് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫുൾ പാക്ഡ് ആണ്, ലാഗ് ഒത്തുമില്ല. ലാലേട്ടൻ ആറാടുകയാണ്. ഓക്കെ, എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ആറാട്ട് സിനിമയ്ക്ക് ശേഷമാണ്, മോഹൻലാലിൻ്റെ ആറാട്ട് സിനിമയ്ക്ക് ശേഷമാണ് ആറാട്ടണ്ണൻ കയറി ഫേമസ് ആണ്. അതുകൊണ്ടാണ് ആറാട്ടണ്ണൻ എന്ന് ആദ്യമേ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായ ഒരു താരമില്ല. ഒരു സിനിമയുടെ അഭിപ്രായം പറഞ്ഞ് അന്ന് അദ്ദേഹം ആറാടുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളുടെയും സിനിമ കാണുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വൈറലാകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹം വൈറലാകാൻ വേണ്ടി മോശവും നല്ലതുമായ കമൻ്റൊക്കെ പറയും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു രസകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. അമേസിംഗ് അണ്ണൻ ഭ്രമയുഗം കണ്ടതിന് ശേഷം കരയാതെയും ചിരിക്കാതെയൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അമേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിന് ശേഷം ആറാട്ടണ്ണൻ പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ട്രോളിനകത്തും വന്നിട്ടുണ്ട്. ആറാട്ടണ്ണൻ പറഞ്ഞത് ഇത് ഞാനാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ട്രോളെന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്, ഇത് എൻ്റെ മാത്രമുള്ള ഇതാണ്, എനിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് അത് സീരിയസ് ആയിട്ടല്ല നമുക്ക് തോന്നിയത്. വീണ്ടും നമുക്കത് ചിരിയാണ് തോന്നിയത്. കാരണം ഞാനാണിത് കൊണ്ടുവന്നത്, ഇത് ഇപ്പം ബാക്കിയുള്ളവർ പുറകിന് പോകുന്നതെന്ന് ശരിയല്ല, എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. എന്തായാലും ഇനിയുള്ള കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആറാട്ടണ്ണനും എനിക്കൊന്ന് അമേസിംഗ് അണ്ണൻ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നു രണ്ടുപേർക്കായിട്ട്, ആറാട്ടണ്ണനും അമേസിംഗ് അണ്ണനും വേണ്ടി. എന്തായാലും ചെറിയൊരു വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. സൈനിങ് ഓഫ്.